അപ്പൊ നമ്മൾ കോട്ടയത്ത് ഏറ്റുമാലും നല്ല ഒന്നാന്തരം പ്രീ ഓൺ കാർസ് എവിടെ കിട്ടും നിങ്ങൾ ചോദിച്ചായിരുന്നല്ലോ. ദേ നമ്മുടെ നെക്സ്റ്റ് ഡ്രൈവിലോട്ട് പോവാം. ഇവിടെ അഫോർഡബിൾ റേറ്റിലുള്ള പടക്കാച്ചി സാധനങ്ങൾ കിട്ടും. ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും. ഓടി 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 നമ്മുടെ ഷോറൂമിൽ നമ്മൾ ഇന്ന് എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഷോറൂമിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമ്മുടെ വ്യൂവേഴ്സിന് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരാണ് വരുന്നത്. ഏറ്റുമാനൂര് കിസ്മത്തുപടിയിലാണ് ഷോറൂം നിൽക്കുന്നത്. നമുക്ക് കിടക്കുന്ന വണ്ടികളിലൊക്കെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വാഹനങ്ങളാണ് മൊത്തം കിടക്കുന്നത്. ഇതെല്ലാം എല്ലാ വണ്ടി. ഓക്കെ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം നമ്മളായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇത് മാക്സിമം ഫുൾ ഓണിലാണ് എല്ലാം ചെയ്യുന്നത്. മാക്സിമം ഫുൾ ഓൺ ഇട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണക്കാർ ആര് വന്നാലും ഇവിടുന്ന് ഒരു കാർ പോലും വാങ്ങാതെ ഇവിടുന്ന് പോകത്തില്ല അല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അത് തന്നെ. അപ്പം നമുക്ക് ഓരോ കാറുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. നമുക്ക് ആ കാറിലോട്ട് കിടക്കാം. അപ്പം എന്തേ ഓരോ കാറും നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പോവാണ്. ആദ്യം ഒരു XUV. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ചേട്ടനോട് ചോദിക്കുന്നതായിരിക്കും. ചേട്ടാ ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞേ. ഇത് 2018 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന 89,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. ആണല്ലേ? ഫുൾ ഓപ്ഷൻ ആണോ ഇത് വരുന്നത്? ഇത് W9 ആണ് വരുന്നത്. സൺറൂഫ് ഉള്ള വണ്ടിയാണ്. സൺറൂഫ് ഉള്ള വണ്ടി, അതായത് ഫുൾ ഓപ്ഷനേക്കാൾ ഒരു താഴെ നിൽക്കുന്നത് അല്ലേ? ഇത് പെട്രോൾ ആണോ ഡീസലാണോ? ഇത് ഡീസൽ വാഹനമാണ്. ഡീസൽ വാഹനല്ലേ? ഓക്കെ. ഇത് നമുക്ക് ഫുൾ ഓണിൽ കയറാൻ പറ്റുമോ? മാക്സിമം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നപ്പോ മാക്സിമം ഇതൊരു സാധാരണക്കാരൻ വന്നാൽ എത്ര രൂപ ഡൗൺ പേയ്മെന്റ് എടുത്താൽ നമുക്ക് ഈ സാധനം കിട്ടും? ഇത് നമുക്കൊരു 1 lakh ഒക്കെ കൊടുക്കുവാണെങ്കിൽ സാധനം കിട്ടുമല്ലേ? അതെ, ഒരു 1 lakhന് ഒരു സ്കിഡിലാണ് ഒരു XUV. അപ്പൊ നമ്മൾ അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പടക്കൻ സ്കോർപിയോ ആണ്. ഒരു എംഹോക്ക് എഞ്ചിനിൽ വരുന്ന നല്ല പടക്കൻ സ്കോർപിയോ. ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു ചേട്ടാ. ഇത് മഹേന്ദ്ര സ്കോർപിയോ ടോപ്പ് എൻഡ് വാഹനമാണ്. ടോപ്പ് എൻഡ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ഇതിന്. ഇതിന്റെ മൈലേജ് ഒക്കെ എത്ര കിട്ടും ചേട്ടാ? മൈലേജ് ഒരു 14 ആക്സിഡന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി PDF അവൈലബിൾ ആണ്. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇതൊരു 140. 140. നമ്മൾ ഇന്ന് ചോദിക്കുന്നത് എന്നാ റേറ്റ് പറയാൻ ചോദിക്കുന്നത്? റേറ്റ് ചോദിക്കുന്നത് 5 ലക്ഷമാണ്. 5 ലക്ഷം ആണല്ലേ? നെഗോഷ്യബിൾ ആണ് പ്രൈസ്. അപ്പൊ നമുക്ക് ലോൺ കിട്ടും ഇതിന് മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. അപ്പൊ അടുത്തായിട്ട് നമ്മൾ കിഡിലിന് ഒരു അമേസ് ആണ് പറയാൻ പോകുന്നത്. ചേട്ടാ ഇതിന് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു. ഇത് 2020 വാഹനം. 2020 അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. VX എന്ന് പറയുന്ന വേരിയന്റ് ആണ്. VX അല്ലേ? അപ്പൊ നമ്മൾ കിലോമീറ്റർ ഒക്കെ എത്ര ഓടിട്ടുണ്ട് ചേട്ടാ? 90,000 കിലോമീറ്റർ ത്രൂ ഔട്ട് കമ്പനി സർവീസ്. ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ഉള്ള. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അല്ല, കിഡിലിന് ഒരു അലോയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അലവിൽ ആഡ് ചെയ്തിട്ടുണ്ട്. യോക്കോഹാമ 5 പുത്തൻ ടയർ ഉണ്ട്. ആണല്ലേ? ഓക്കെ. പിന്നെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് അല്ലേ? ലെതർ സീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ എന്തേ നമ്മുടെ അമേസിന്റെ അകത്താണ് നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നമ്മുടെ ആകമൊക്കെ ഇരിക്കുന്നത്. ഇതിൽ 2 എയർ ബാഗ് ഒക്കെ ഉണ്ട് വരുന്നത്. കറക്റ്റ് ജെനുവിൻ കിലോമീറ്റർ ഒക്കെ അല്ലേ? കറക്റ്റ് ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി ഹിസ്റ്ററി എടുത്ത് കാണിക്കുമല്ലേ? PDF ഉണ്ട്. അത്രേ ഉള്ളൂ. കമ്പനി ഹിസ്റ്ററി എടുത്ത് കാണിക്കും. നമ്മൾ അടുത്ത കാറിലോട്ട് അടുത്ത നല്ല കിടിലൻ ഒരു ആൾട്ടോ ആണ്. ഇത് ആൾട്ടോയിൽ ഏത് പേരിന്റെ ആയിട്ടാ വരുന്നത്? ഇത് VX എന്ന് പറയുന്ന വേരിയന്റ് ആണ്. 2015 ആണ് വാഹനം. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 79,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സീറ്റിംഗ് കവർ എല്ലാം ഉണ്ട്. നല്ല അത്യാവശ്യം ടയറും കാര്യങ്ങളെല്ലാം എന്തായാലും ഒരു ഫാമിലി യൂസിന് ബെസ്റ്റ് സാധനം അല്ലേ? മീഡിയം ലെവലുള്ള ഫാമിലി എന്തായാലും പറ്റുക. പിന്നെ ഓട്ടോമാറ്റിക് അല്ലേ വരുന്നത്? ഓട്ടോമാറ്റിക് ആണ്. എന്നെ ട്രാഫിക് ഒന്നും സുഖമായിട്ട് ഓടിച്ച് നടക്കാൻ പറ്റിയ ബെസ്റ്റ് വണ്ടിയാണിത്. ഇപ്പൊ ഇത് എത്ര മൈലേജ് കിട്ടും ആവറേജ്? ഇതൊരു 18 അപ്പം കുഴപ്പമില്ലല്ലോ. നല്ല രീതിയിൽ പെട്രോൾ അടിച്ചാൽ മെയിനായിട്ട് പോകാൻ പറ്റും. അപ്പൊ ഇനി വില വരുന്നത് എത്രയാണെന്ന് നമുക്ക് ചേട്ടൻ ഇത് എത്ര വില വരുന്നത്? 2,75,000 രൂപയ്ക്ക് കൊടുത്തേക്കാം. ഫുൾ ലോണിലോ? അപ്പൊ സുഖം. ഇത് മാക്സിമം ഒരു എത്ര രൂപയ്ക്ക് നമുക്ക് ഡൗൺ പേയ്മെന്റ് അടയ്ക്കാം? ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്ന ഒന്നും ആവശ്യം വരുന്നില്ല. ഫുൾ ലോൺ. അപ്പൊ അടുത്ത ഒരു ഹോണ്ട സിറ്റി ആണ് നമുക്ക് വരുന്നത്. ചേട്ടാ ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞേ. ഇത് ഹോണ്ട സിറ്റി പാലാ രജിസ്ട്രേഷൻ വരുന്ന KL 35 വരെ 35 രജിസ്ട്രേഷൻ അല്ലേ? ഡീസൽ വേരിയന്റ് ആണ് വണ്ടി. ഡീസൽ വേരിയന്റ് ആണ്. ഓക്കെ. അപ്പൊ ഇത് എത്രമാത്രം ഓടിയിട്ടുണ്ട് നമുക്ക്? ഇത് 1 ലക്ഷം കിലോമീറ്റർ ത്രൂ ഔട്ട് കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ആക്സിഡന്റ് അങ്ങനെയൊന്നുമില്ല? ആക്സിഡന്റ് ഫ്ലഡ് ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. നമ്മൾ ഇനി എത്ര ചോദിക്കുന്നത് ആസ്കിങ്? ഇത് ആസ്കിങ് പ്രൈസ് ചോദിക്കുന്നത് 5,30,000 രൂപ. അത്യാവശ്യം നല്ല കളറൊക്കെയാണ്. അത്യാവശ്യം ഇന്ത്യയിലൊക്കെ ആണെങ്കിലും നൈസാണ് കാണാൻ. 4 പുത്തൻ ടയർ ഉണ്ട്. 4 പുത്തൻ ടയർ ഒക്കെ ഉണ്ട്. 1 lakh കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള കറക്റ്റ് ത്രൂ ഔട്ട് കമ്പനി സർവീസുകളുണ്ട്. എല്ലാം ഓക്കെയാണ്. പക്ക ക്ലിയർ വണ്ടിയാണ്. എന്തായാലും നമുക്ക് ഇതിന് ലോണൊക്കെ അവൈലബിൾ ആണോ? ഇതിന് ഫുൾ ലോൺ കയറും. 5 ലക്ഷം രൂപ വരെ ഫുൾ ലോൺ കയറും. 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 30,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കിഡിലൻ ഒരു ഹോണ്ട സിറ്റി എടുത്തോണ്ട് പോകാം. അപ്പൊ അടുത്ത ഒരു കിഡിലുണ്ട് ഒരു ഇന്നോവ. ചേട്ടാ ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു. ഇത് എങ്ങനെയാണ്? 2011
G4 Innova ആണ്. G4 അല്ലേ വരുന്നത്? G4 ആണ്. ഓക്കെ. ഇത് ഡീസലാണോ പെട്രോളാണോ വരുന്നത്? ഇത് ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഓക്കെ ഓക്കെ. ഇതിന് ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2011 G4 ആണ്. 4 പുതിയ ടയറുണ്ട്. 4 പുതിയ ടയറൊക്കെ ഉണ്ട്. അലോയ് ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഈ അലോയിലൊക്കെ ഏത് ഇഞ്ചാ വരുന്നത്? ഇത് 16 ഇഞ്ച് അലോയ്. 16 ഇഞ്ചാ വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ പേപ്പർ ഒക്കെ എങ്ങനെയാ? പേപ്പർ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. പുതിയ പേപ്പർ എടുത്തു. അതെ, പുതിയ പേപ്പർ എടുത്ത് കിറ്റിലെ ഒരു ഇന്നോവ കിട്ടും. ഇത് തന്നെ നമ്മൾ ചോദിക്കുന്നത്. ഇത് നമ്മളെ ഫൈനൽ പ്രൈസ് 4,90,000 രൂപയ്ക്ക്. 4,90,000. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ചേട്ടാ ഇത്? ഇത് 2,20,000 കിലോമീറ്റർ. 2,20,000 കിലോമീറ്റർ. ടൊയോട്ടയാ, അതുകൊണ്ട് പിന്നെ കിലോമീറ്റർ ഒന്നും ഒരു സീനും ഇല്ലാത്ത കേസ്. നമുക്ക് ലോൺ കയറുമില്ല. ഇത് നമുക്ക് 4 ലക്ഷം രൂപ ലോൺ കയറ്റി കൊടുക്കാം. 4 ലക്ഷം രൂപയ്ക്ക് ലോണും കയറ്റി കൊടുക്കാം. പിന്നെ എന്നാ വേണം? കിടിലൻ ഒരു ഇന്നോവ, 2 ലക്ഷം കിലോമീറ്റർ ഓടി, അല്ല കിടിലൻ ഇന്നോവ, അത് കിളിക്കുഞ്ഞു പോലത്തെ സാധനം.